ഹലോ ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടെയിൽസ് ഓഫ് നെജു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിനെ പരിചയപ്പെടുത്താനായിട്ടാണ്. ഞാൻ 2 മുട്ടയും 3 ബ്രെഡും യൂസ് ആക്കിയിട്ടാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പോകുന്നതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക. എങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഇതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് മുട്ടയും ബ്രെഡുമാണ്. 2 മുട്ട എടുത്തിട്ട് ഒന്ന് ബോയിൽ ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പുഴുങ്ങിയെടുക്കുക. ആ ഒരു സമയം കൊണ്ട് ഇതാ 3 ബ്രെഡ് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇതുപോലെ ബ്രെഡ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് മറ്റൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. ഈ 2 മുട്ട കൊണ്ട് നമുക്ക് 8 സ്നാക്ക് വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ബ്രെഡ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദമാവാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്പം ആഫ്രിക്കൻ കൊറിയാൻഡറിൻ്റെ ഇല അല്ലെങ്കിൽ മല്ലിച്ചപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്തിട്ട് അല്പം വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ മിക്സാക്കി എടുക്കുക. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു ബാറ്ററിൽ മാത്രം ആയി കിട്ടിയാൽ മതി, അധികം ലൂസായി കിട്ടരുത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ മുട്ട ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ 8 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കാനായിട്ട് വയ്ക്കും. അതിന് വേണ്ടിയിട്ട് അല്പം ഓയിലൊന്ന് ചൂടാക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുത്തിട്ട് ആ മുട്ടയൊന്ന് ഈ ഒരു മാവിൽ കോട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഡയറക്റ്റായിട്ട് മുട്ട ഇട്ട സമയത്ത് ആ മുട്ടയിൽ നിന്ന് മാവ് തെന്നി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് ഇടുന്ന സമയത്ത് ഞാനൊരു ടിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു മുട്ട ഒന്ന് ആക്കി കൊടുത്തപ്പോൾ ഇതുപോലെ വൈറ്റ് ഭാഗത്ത് മാവ് ആവാതെ കിടന്നിരുന്നു. പിന്നെ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ നെക്സ്റ്റ് ആക്കുന്നതിലേക്കൊക്കെ ഞാൻ കുറച്ച് മൈദപ്പൊടി ആ മുട്ടയിലൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ ആക്കുന്ന സമയത്ത് നമുക്ക് മാവ് അതിൽ തന്നെ നന്നായിട്ട് പറ്റി പിടിച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ആക്കിയാൽ മതി. പിന്നെ മുട്ട ഇതുപോലെ മാവ് പുറത്തേക്കാവുന്ന സമയത്ത് ഇങ്ങനെ വൈറ്റ് പാർട്ട് നമ്മുടെ മുഖത്തേക്കൊക്കെ എണ്ണ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് മൈദയിൽ കോട്ട് ചെയ്ത് എടുത്തിട്ട് മാവിൽ മുക്കി പൊരിക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രോബ്ലം വരില്ല. ഇപ്പോൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്ന മുട്ടയുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ കുറഞ്ഞ ചേരുവകൾ കൊണ്ടും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഞാൻ മൈദപ്പൊടിയിൽ കോട്ട് ചെയ്തിട്ടുള്ള ഓരോ മുട്ടയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സ്പൂണ് കൊണ്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം കൈ വെച്ചിട്ട് ഓരോന്ന് എടുത്തിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു സമയത്ത് ഫ്ലെയിം മീഡിയം ടു ലോയിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. പുറത്തുള്ള മാവ് മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. എന്നാലും കൂടെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ 3 സ്നാക്ക് ഒരുമിച്ചിട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ അധികം സ്പൈസിനെസ് ഒക്കെ ആവശ്യമുള്ളവർക്ക് ഗരം മസാല അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അങ്ങനെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയുള്ള സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.